കോട്ടയം വഞ്ചിമല ഭാഗത്തുള്ള അനന്തു അജി എന്ന യുവാവ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവർത്തകനായിരുന്ന ഇദ്ദേഹം ശാഖയിൽ വളരെ കാലങ്ങളായി നേരിട്ടിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഫലമായിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഇതിന് തൊട്ടു പിന്നാലെ ആ യുവാവിൻ്റെ കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതിനുശേഷം അദ്ദേഹം തൻ്റെ അനുഭവം തുറന്നു പറയുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇന്ന് വന്നതിന് തൊട്ടു പിന്നാലെ ഇവിടെയുള്ള വഞ്ചിമല ഭാഗത്തുള്ള ഈ വിഷയത്തിലെ പ്രതി എന്ന് കരുതപ്പെടുന്ന NM എന്ന് പറയുന്ന വ്യക്തിയുടെ കടയിലേക്ക് DYFIയുടെ ആളുകൾ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം ഈ കടയിലേക്ക് എത്തുകയും ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കടയുടെ മുൻഭാഗത്തുള്ള ബോർഡ് പൂർണ്ണമായും അടിച്ച് തകർത്തിട്ടുണ്ട്. നിലവിൽ പ്രദേശത്തൊരു സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ വീട്ടിൻ്റെ പുറകുഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു പ്രദേശത്തേക്ക് വരാനുള്ള വഴി തന്നെ വളരെ ദുസ്സഹമായിട്ടുള്ളൊരു രീതിയിലാണുള്ളത്. ഒരു കാട് മൂടിയ പ്രദേശവും ഇരുഭാഗവും കാടുകളും അതുപോലെ തന്നെ തൊട്ടടുത്ത് വീടുകളൊന്നുമില്ലാത്ത ഒരു സ്ഥിതിയിലാണുള്ളത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് അനന്തു അജിയുടെ വീട്. ഈ അനന്തു അജിയെക്കുറിച്ച് നാട്ടുകാർക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ അനന്തുവിൻ്റെ ആത്മഹത്യക്ക് പിന്നിലുള്ള യഥാർത്ഥ സത്യം എന്ന് തേടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്. അനന്തുവിനെക്കുറിച്ചുള്ള നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഇലക്കുളം DYFIയുടെ മേഖലാ പ്രസിഡന്റാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒരു പാർട്ടിയുടെ നിലപാട്? ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമായി സമരരംഗത്താണ് DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും ആ നിലയിലാണ് DYFI എന്ന് പറയുന്ന സംഘടനയുടെ നിലപാടെന്ന് പറയുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ കുറ്റക്കാരെയും തുറുങ്കിലടക്കും വരെ ഈ നിലയിലുള്ള സമരങ്ങളുമായിട്ട് DYFI രംഗത്തുണ്ടാവും. ഈ മരിച്ച ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത്, ചെറുപ്പക്കാരൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് സജീവമായ RSS പശ്ചാത്തലമുള്ള കുടുംബമാണ് ഈ അനന്തുവിൻ്റെ. ആ അനന്തുവിൻ്റെ കുടുംബത്തിന് തൊട്ടടുത്തുള്ള അയൽവാസിയായിട്ടുള്ള ആളാണ് ഈ പറയുന്ന നിതീഷ് മുരളി എന്ന് പറയുന്ന ഈ തരത്തിലേക്ക് ഈ ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിവിടാനിടയായ സംഭവത്തിന് കാരണക്കാരനായ വ്യക്തി. ഇവരെല്ലാം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആളാണ് ഈ പറയുന്ന നിതീഷ് മുരളി എന്ന വ്യക്തി. ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിതീഷ് മുരളി മാത്രമല്ല, മറ്റ് RSSൻ്റെ ഇവിടുത്തെ നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിനകത്ത് പങ്കാളികളായിട്ടുണ്ട്. അവരെ കൂടി ഇതിനകത്ത് പ്രതി ചേർക്കണമെന്നത് DYFI മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ അനന്തു എന്നത് കേവലം ഒരാൾ മാത്രമാണ്. അനന്തുവിൻ്റെ മരണമൊഴിക്കകത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരാളല്ല, തനിക്ക് മാത്രമല്ല, മറ്റനേകം യുവാക്കൾക്ക് ഈ രൂപത്തിലേക്കുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നിലവിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ നിലയിലേക്ക് ബാക്കിയുള്ള പുറത്ത് പറയാത്ത ആളുകളുടെ ഉൾപ്പെടെ അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും മറ്റും ഉൾപ്പെടെ ഉള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നത് കൂടെ പറയുവാണ്. ഇപ്പം നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, RSSൻ്റെ ക്യാമ്പുകളെന്ന് പറഞ്ഞാൽ കേവലം എന്തെങ്കിലും ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങൾ മാത്രമുള്ള ആളുകൾ നയിക്കുന്ന ക്യാമ്പുകളായിട്ട് മാറുന്ന സാഹചര്യമാണ്. അതിനകത്ത് ITC OTC ഉൾപ്പെടെയുള്ള ക്യാമ്പുകളെപ്പറ്റി വ്യക്തമായിട്ട് അനന്തു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏത് നിലയിലാണ് ആ ക്യാമ്പുകളുടെ പ്രവർത്തനം, അവിടെ ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന യുവാക്കളെ ഏതൊക്കെ നിലകളിലാണ് മാനസികവും ശാരീരികവും ലൈംഗികമായും പീഡിപ്പിക്കുന്നതെന്നുൾപ്പെടെയുള്ളത് അദ്ദേഹം മരിച്ച അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലാണ് RSSൻ്റെ കേരളത്തിനകത്തെയും ഇന്ത്യക്കകത്തെയും പ്രവർത്തനമെന്നത് DYFI ഏറെ ആശങ്കയോടുകൂടി കണ്ടുപോകുന്ന കാര്യമാണ്. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടുകാരോടും നമ്മുടെ രക്ഷിതാക്കളോടും എല്ലാം പറഞ്ഞു വെക്കാനുള്ളത് മറ്റൊന്നുമല്ല, ഈ ബാലഗോകുലത്തിൻ്റെ പേരിലും ഈ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കൃഷ്ണനാക്കാനും രാധയാക്കാനും ഒക്കെ പറഞ്ഞ് ഇത്തരത്തിൽ RSSൻ്റെ ആളുകൾ വന്ന് വിടുമ്പോൾ അങ്ങനെ കൃഷ്ണനാക്കാനോ രാധയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ തരത്തിലുള്ള കുട്ടികളെയാണ് ഈ നിലയിലേക്ക് RSSൻ്റെ ശാഖയിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കുന്നത്.
അപ്പം അടിയന്തരമായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് RSSൻ്റെ നേതൃത്വം ഇതുവരെയായിട്ട് ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ വിഷയം വന്ന ഉൾപ്പെടെ, ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് ഉൾപ്പെടെ ഇത് ജിഹാദികളുടെ ആക്രമണമാണ്, അനന്തുവിൻ്റെ ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലയിലേക്ക് പോസ്റ്റ് വരുന്നത്. ഇതിനകത്ത് RSSന് ബന്ധമില്ല. ഇത് അനന്തുവിൻ്റെ പെങ്ങളുടെ ഇപ്പം നിലവിൽ റിലേഷൻ കല്യാണത്തിലേക്ക് അൻസിൽ എന്ന് പറയുന്ന അദ്ദേഹം കാരണമാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇത് RSS ഈ വിഷയത്തിനകത്ത് പോലും വർഗീയപരമായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്ന സാഹചര്യമായിട്ടുള്ളത്. കേവലം അപരമത വിദ്വേഷം പുലർത്തിക്കൊണ്ട് മറ്റു മതങ്ങളെ ഈ വിഷയത്തിനകത്ത് പോലും അകറ്റി നിർത്തിക്കൊണ്ടും ആ വിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇവിടുത്തെ RSSൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ നിതീഷ് മുരളി എന്ന് പറയുന്ന സജീവ RSS പ്രവർത്തകനെ തള്ളിപ്പറയുന്ന നില പോലും RSSൻ്റെ നേതൃത്വം ഇതുവരെ പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ RSS ആകട്ടെ, കേരളത്തിലാകട്ടെ RSS ഒരു ഘട്ടത്തിനകത്ത് പോലും ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് ഇനിയും ഈ തെരുവോരങ്ങളിൽ DYFI കൃത്യമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊരു കേവലമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളിൽ മാത്രം നിന്നു പോകുന്നതല്ല. ഇതിനകത്ത് മറ്റുള്ള പങ്കെടുത്തിട്ടുള്ള, ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നിടം വരെയുള്ള പ്രക്ഷോഭങ്ങൾ DYFIയുടെ ഭാഗത്തു നിന്ന്, DYFIയുടെ എരിക്കുളം മേഖലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും, അതുപോലെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഉൾപ്പെടെ DYFIയുടെ മൊത്തത്തിലുള്ള ഭാഗത്തു നിന്ന് ആ നിലയിലുള്ള ആ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുമെന്നാണ് ഈ ഘട്ടത്തിനകത്ത് അറിയിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ RSS ശാഖകൾ പ്രവർത്തിക്കുന്നത് കേരളം കേന്ദ്രീകരിച്ചാണ്. കേരളത്തിലാണ് RSS ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായിരിക്കുന്നത്. എന്നിട്ട് കൂടിയും RSSന് ഒരു വേരോട്ടം ഇല്ലാതിരിക്കുന്നത് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുകൾ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ RSSൻ്റെ കേരളത്തിൽ ഏകദേശം 60,000-ലധികം ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശാഖകളിലെല്ലാം കുട്ടികളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം വേണമെന്നൊരു അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നിലവിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം കേരളമാണ്. എന്നിട്ടും കേരളം മറ്റ് ഈ UPയോ ഗുജറാത്തോ പോലെയോ ആവുന്നില്ല എന്നുള്ളതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ഈ കേരളത്തിനകത്ത് പുരോഗമന പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ഈ നിലയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് RSSന് ഇവിടെ വലിയ രീതിയിലേക്ക് കടന്നു കയറാൻ സാധിക്കാത്തത്. നമ്മൾ കൃത്യമായി പ്രതിരോധിച്ച് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് RSSന് ഈ നിലയിലേക്ക് ഒരു ഘട്ടത്തിനകത്ത് പോലും വലിയ രീതിയിലുള്ള വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കാത്തത്. RSSൻ്റെ ക്യാമ്പുകളിലെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെപ്പറ്റി RSSൻ്റെ ക്യാമ്പുകളിലും കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാവണം. ആ പരിശോധനകൾ കൃത്യമായിട്ട് അവിടുത്തെ അതിനകത്ത് പങ്കെടുക്കുന്ന യുവാക്കളുടെ, കുട്ടികളുടെ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിക്കുന്നത്. അതുപോലെ ഈ RSS ക്യാമ്പുകൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് RSS ക്യാമ്പുകൾ നടക്കുന്നെങ്കിൽ ഒരു ഘട്ടത്തിനകത്ത് പോലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്താൻ അനുവദിക്കരുതെന്നാണ് ഇവിടുത്തെ മേഖലാ കമ്മിറ്റി എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അത് കൃത്യമായിട്ട് ഈ നിലയിലേക്ക് ലൈംഗിക, മാനസിക, ശാരീരിക പീഡനങ്ങൾ അരങ്ങേറുന്ന കേന്ദ്രങ്ങളായിക്കൊണ്ട് RSSൻ്റെ ക്യാമ്പുകളും RSSൻ്റെ ശാഖയും മാറുന്ന ആണ് നമ്മളിപ്പം കാണുന്നത്. അനന്തു കൃത്യമായിട്ട് അതെല്ലാം വിശദീകരിച്ച് പോയിൻ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. ഒരു ഘട്ടത്തിനകത്ത് പോലും RSSുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് പോലും അടുക്കരുത്, അവരെ അകറ്റി നിർത്തണമെന്ന് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനന്തു പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും RSSൻ്റെ സംവിധാനം ഏത് നിലയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നത്. RSS എത്രത്തോളം വിഷലിപ്തമായിട്ടുള്ള രീതിയിലാണ് ഈ തരത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പൊതുവിഷയങ്ങളിലകത്ത് ഉൾപ്പെടെ ഇടപെടുന്നതെന്നുള്ളത് നമുക്കറിയാം. തികച്ചും വർഗീയപരമായിട്ടുള്ള രീതിയിൽ അപരമത വിദ്വേഷം പ്രകടിപ്പിക്കുന്ന നിലയിലേക്ക് ഇത് ഹിന്ദു മുസ്ലിം ഒരു പ്രശ്നം എന്നുള്ള നിലയിലേക്ക് മാറ്റുന്ന സമീപനം RSSൻ്റെ അവർ ഈ കഴിഞ്ഞ ദിവസം കാണുന്ന സാഹചര്യമുണ്ട്. NIA അന്വേഷണം ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണം എന്നൊക്കെ ചില RSSൻ്റെ ആളുകൾ കമൻ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ജിഹാദി ആക്രമണമാണെന്നൊക്കെ. ഒരു ഘട്ടത്തിനകത്ത് പോലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് അന്വേഷിച്ച് ഈ അക്യൂസ്ഡായിട്ട വ്യക്തിയെ, ഈ പറയുന്ന നിതീഷ് മുരളി എന്ന വ്യക്തിയെ തള്ളിപ്പറയാനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കാനോ പോലും RSSൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതുവരെ ഒരു ഘട്ടത്തിനകത്ത് പോലും അവരുടെ ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ RSSൻ്റെ ക്യാമ്പുകളിലെല്ലാം ഇത്തരത്തിലാണോ എന്ന ചോദ്യം വരുമ്പോൾ അവിടെയും മൗനമാണ് RSSൻ്റെ നേതൃത്വം ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ ബാക്കി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാവണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.
ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും കോട്ടയത്ത് പാലായിൽ ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘർഷം, അതുപോലെ തന്നെ BMS സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ആ ഒരു വിഷയത്തെ പോലും വർഗീയമായിട്ട് ചിത്രീകരിക്കാനും അതുപോലെ തന്നെ അവിടെയുള്ള പാലായിലെ തന്നെ CPMൻ്റെ ഒരു നേതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ കൈ തല്ലി ഒടിക്കുമെന്നുള്ള ഒരു പരസ്യമായിട്ടുള്ളൊരു പ്രസ്താവന BMSൻ്റെ ഒരു നേതാവ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാലായിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥി കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കാലങ്ങളായിട്ട് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അത് കാലങ്ങളായിട്ട് ഉണ്ടാകുന്ന വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിനകത്ത് ഈ പറയുന്ന BMS ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്തിലെ ആളുകൾ ഈ വിഷയം വലിയ രീതിയിൽ വേറൊരു രീതിയിലേക്കാക്കി അവിടെ അത് സംസാരിക്കാൻ ചെന്ന അവിടുത്തെ SFI ഭാരവാഹികളെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മർദ്ദിച്ച സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കൺസെഷൻ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടിയായിട്ടുള്ള വൈഷ്ണവിയെ തികച്ചും മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ആ പെൺകുട്ടി നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുള്ള പല ആളുകൾക്കെതിരെ സൈബർ ആക്രമണം ഉൾപ്പെടെ ഈ പറയുന്ന RSSൻ്റെ ഈ പ്രവർത്തകർ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് BMS ആണ് ഈ നിലയിലേക്ക് മോശമായിട്ട് ആ വിഷയത്തെ, അത് സംസാരിച്ച് തീർത്ത വിഷയമാണെങ്കിൽ പോലും BMS എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് അത് അത്രത്തോളം വളച്ചൊടിക്കുന്ന നിലയിലേക്ക്, അത്രത്തോളം വഷളാക്കുന്ന നിലയിലേക്ക് BMS ആണത് കൊണ്ടുപോകുന്ന സാഹചര്യം കണ്ടിട്ടുള്ളത്. അവിടെ SFI ഭാരവാഹികളെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തുടർന്നുണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി കൺസെഷനായിട്ട് ബന്ധപ്പെട്ട സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ ഈ ചരിത്രത്തിൽ ഇതുവരെയായിട്ട് അങ്ങനെ SFI ഭാരവാഹികളെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ 3 വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് BMSൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ആ സമയത്തുണ്ടായിരുന്ന മറ്റ് ബസ് ജീവനക്കാർ മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊന്നും ഒരു വാർത്തക്കകത്തും വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്നാണ് ബാക്കിയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുടെ കൈതല്ലി ഓടിക്കും, അതുപോലെ തന്നെ അവരെ ആക്രമിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വലിയൊരു പ്രസ്താവനയാണ് BMSൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവ് നടത്തിയത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? RSSൻ്റെ ഭീഷണിയും ആക്രമണങ്ങളെല്ലാം കാലങ്ങളായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും നിരന്തരമായിട്ട് RSSൻ്റെ വേട്ടയാടലുകൾക്കിരയായിട്ടിരിക്കുന്ന ആളുകളാണ്. RSSൻ്റെ കൈ ഒടിക്കും കാലൊടിക്കും എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ പറ്റില്ല. അവർ അങ്ങനെ പല കാര്യങ്ങളും ആ നിലയിലേക്ക് പറയുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ അവർക്ക് തന്നെ അറിയാം ആ നിലയിലേക്കൊക്കെ പോയാൽ അതേത് നിലയിലായിരിക്കും അതിൻ്റെ പ്രതികരണമെന്നുള്ളത് എന്നുള്ളത് അവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് വെറുതെ ആ C2 നേതാവിനെ പറ്റി അറിയുന്ന സഖാക്കൾക്ക് അറിയാം അത് ഏത് നിലയിലാണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെറുത്ത് തോൽപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിനും CITU പ്രസ്ഥാനത്തിനും എല്ലാം ഉണ്ടെന്നാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ എന്താണ് നിങ്ങളുടെ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തത്? വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. ഈ നിതീഷ് മുരളി എന്ന കേവലമായ ഒരാളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല ഇത്. നമ്മുടെ അനന്തു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിതീഷ് മാത്രമല്ല മറ്റു പല RSS പ്രവർത്തകരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെറുപ്പക്കാരനോട് മോശമായിട്ട് പെരുമാറുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള മുഴുവൻ ആളുകളെയും തുറുങ്കിലടക്കും വരെയുള്ള സമരപ്രക്ഷോഭങ്ങളുമായിട്ട് DYFI ഈ നാട്ടിൽ കൃത്യമായിട്ട് ഉണ്ടാകും, തെരുവോരത്തുണ്ടാകുമെന്നാണ് ഇത് പറയാനുള്ളത്. നിതീഷ് മുരളിയിൽ മാത്രം ഈ വിഷയം ഒതുങ്ങുന്നില്ല. ബാക്കി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിതീഷ് മുരളിയുടെ കൂട്ടാളികളായിട്ടുള്ള മുഴുവൻ RSS നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നിടം വരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ DYFI ഈ പ്രദേശത്തെ ഉൾപ്പെടെയുള്ള DYFI കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. തുടർന്നും ഈ നിലയിലും ഇതിൻ്റെ കുറച്ചുകൂടെ ആ പ്രദേശത്ത് ഉൾപ്പെടെയുള്ള ബഹുജനങ്ങളെ എല്ലാം അണിനിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന് DYFI ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്രദേശമാണ് പള്ളിക്കത്തോട്. ഈ ഒരു പള്ളിക്കത്തോട് പ്രദേശത്തും വർഷങ്ങളായിട്ട് RSS ആയുധങ്ങളടക്കമുള്ള സാധനങ്ങൾ നിർമ്മിക്കുകയും അത് പരോക്ഷമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധം DYFIയുടെ ഭാഗത്തുനിന്ന് ഭാവിയിൽ ഉണ്ടാകുമോ? RSS അത് കേവലമായൊരു സ്ഥലത്ത് മാത്രമല്ല, അത് RSS എവിടെ ഉണ്ടോ അവിടെയെല്ലാം ഈ നിലയിലേക്ക് ആയുധങ്ങൾ ഉൾപ്പെടെ RSSൻ്റെ ക്യാമ്പുകൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ആളുകളെ എങ്ങനെ മർദ്ദിക്കാം എന്നുള്ളത് ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ക്യാമ്പുകളാണ് RSSൻ്റെ ശാഖകളിലും RSSൻ്റെ ക്യാമ്പുകളിലും ഉൾപ്പെടെ നടക്കുന്നത്. അത് പള്ളിക്കത്തോട്ടിലെ മാത്രം വിഷയമല്ല, RSS എവിടെ ശക്തി പ്രാപിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളെല്ലാം പ്രാദേശികമായിട്ട് അവിടുത്തെ DYFI ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം പള്ളുരുത്തിയിലുള്ള ഒരു സ്കൂളിലെ ഒരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഒരു സ്കൂളിലൊരു ഹിജാബിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പോലും വർഗീയമായിട്ട് ചിത്രീകരിക്കാൻ കാസ പോലുള്ള സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? RSSും കാസയുമെല്ലാം ഒരു നാണയത്തിൻ്റെ പുറങ്ങളായിട്ടാണ് DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം കണ്ടുവന്നത്. രണ്ടും വർഗീയപരമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്കിടയിലേക്ക് വിഷം കുത്തിവെക്കുന്ന സംഘടനകളായിക്കൊണ്ടാണ് DYFI കണ്ടുപോകുന്നത്. അത് കാസയാണെങ്കിലും ശരി, RSS ആണെങ്കിലും ശരി, നമ്മൾ ആ നിലയിലാണ്. ഇവരെ എല്ലാം അകറ്റി നിർത്തണം എന്ന് പറയുന്നവരാണ് ഇവിടുത്തെ DYFIക്കാർ. ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന കാസയും ഈ പറയുന്ന RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ. തികച്ചും വർഗീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ. അത് പള്ളുരുത്തിയിലെന്നല്ല, എവിടെയാണെങ്കിലും ആ നിലയിലാണ്. ഇവർക്കൊരു സ്ഥലം കിട്ടുന്ന ഇടങ്ങളിലെല്ലാം ഇവർ ആ നിലയിലേക്കുള്ള ഇടപെടലുകളാണ് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ RSSൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് തന്നെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാക്കി നാടിൻ്റെ സമാധാനവും മതേതരത്വവും നശിപ്പിച്ചുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് തമ്മിൽ കലാപം ഉണ്ടാക്കിക്കൊണ്ട് ഇവർക്ക് നേട്ടം കൊയ്യാമെന്നാണ് ഈ RSSൻ്റെയും ഈ പറയുന്ന കാസ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും മനസ്സിലിരിപ്പ്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞു വെക്കാനുള്ളത്, ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും DYFIയും ഉള്ളിടത്തോളം കാലം ഒരു തരത്തിലും ഈ നിലയിലുള്ള പ്രവർത്തികളെ നമ്മൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. കൃത്യമായിട്ട് DYFI ഈ RSSനെ ആണെങ്കിലും കാസയാണെങ്കിലും എല്ലാം പ്രതിരോധിച്ച ചരിത്രമുള്ള പ്രസ്ഥാനമാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഈ ഒരു പള്ളുരുത്തി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് SDP ഇതിൽ ഇടപെടൽ നടത്തി എന്നുള്ള ഒരു അവകാശവാദമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? RSS പോലെ തന്നെ ഒരു സംഘടനയായിട്ടാണ് SDP DYFI വിലയിരുത്തി പോകുന്നത്. തികച്ചും രണ്ട് നിലയിലുള്ള വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന, വർഗീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സംഘടനകളായിട്ടാണ് DYFI അവരെ കണ്ടുപോകുന്നത്. അത് ആ നിലയിൽ RSS ആണെങ്കിലും ശരി, SDP ആണെങ്കിലും ശരി, ഇവരെല്ലാം വർഗീയ സംഘടനകളായിട്ട് നാട്ടിൽ വർഗീയത പുലർത്തിക്കൊണ്ട് വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് നാടിൻ്റെ സമാധാനാന്തരീക്ഷവും മതേതരത്വവും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളുമാണ് ഈ പറയുന്ന RSS ആണെങ്കിലും കാസയാണെങ്കിലും SDP ആണെങ്കിലും മറ്റ് ഈ നിലയിലേക്കുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതുപോലെ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ ഈ നിരോധിക്കപ്പെട്ട CFI ഉൾപ്പെടെയുള്ളതെല്ലാം ആ നിലയിലാണ് DYFI കണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, സ്കൂളിലെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കൊലവിളി അടക്കമുള്ള കാര്യങ്ങൾ RSSും അതുപോലെ തന്നെ BJP അടക്കമുള്ള ഒരു സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിലയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ആക്രമണം നടത്തുമെന്നുള്ള രീതിയിൽ വരെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? RSS എല്ലാ കാലഘട്ടത്തിനകത്തും ഈ നിലയിലുള്ള ഭീഷണികളുമായും അതുപോലെ ഈ തരത്തിലുള്ള വെല്ലുവിളികളുമായിട്ടെല്ലാം എല്ലാ കാലഘട്ടത്തിനകത്തും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെ, ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെയും, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മന്ത്രിമാരെ ഉൾപ്പെടെ ഈ നിലയിലുള്ള വെല്ലുവിളികളുമായിട്ട് മുൻകാലങ്ങളിലും ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതൊക്കെ വെറും മോഹം മാത്രമാണ് DYFIക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ആ നിലയിലൊന്നും ഇവിടുത്തെ അല്ലെങ്കിലും RSSന് മതേതരമായിട്ട് ഇടപെടുന്ന സർക്കാരിനെ ആണെങ്കിലും മതേതരമായിട്ട് ഇടപെടുന്ന സംഘടനകളെ RSSന് സ്വാഭാവികമായിട്ടും അവർക്ക് അവരോടുള്ള വിരോധം കാണും. ആ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികളുമായിട്ടാണ് അവരിറങ്ങുന്നത്. അതൊക്കെ ആ നിലയിൽ കണ്ടുപോകുന്ന പ്രസ്ഥാനമാണ് DYFI. അത് ഏത് നിലയിൽ അതിനെ പ്രതിരോധിക്കണമെന്നുള്ള കൃത്യമായ ബോധ്യവും DYFIക്കുണ്ട്.